നമ്മൾ കരുതുന്ന പോലെ സാമ്പത്തിക സൈനിക ശക്തി മാത്രമല്ല ചൈനയുടെ കരുത്ത്. ചൈന ലോകത്തെ മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന കുതന്ത്രങ്ങളും ഇപ്പോൾ തന്നെ പയറ്റുന്നുണ്ട്. നമ്മൾ ആരും അറിയാതെ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് ചൈനീസ് ബോംബുകൾ ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ റിന്യൂവബിൾ എനർജി, പുനർജീവിപ്പിക്കുന്ന ഊർജ്ജം, ഇതാണ് നമ്മുടെ ലോകത്തിന് മുഴുവൻ ഒരു വിപ്ലവ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൽ സ്വാഭാവികമായും പ്രകൃതി വിഭവങ്ങളെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഊർജ്ജമാക്കി മാറ്റണം. സോളാർ അതിന്റെ ഒരു ഭാഗമാണ്. ഏറ്റവും ഒടുവിൽ അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ സോളാർ പാനലുകൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു രഹസ്യ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉണ്ട്. ഇതെല്ലാവരും ഞെട്ടിച്ചിരിക്കുക. അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ കണ്ടെത്തിയ സോളാർ പാനലുകളിലെ ചില പവർ ഇൻവെർട്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അത് രഹസ്യമായി സ്ഥാപിച്ചിരിക്കുന്നതാണെന്നും ഇത് വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നാണ് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ മാധ്യമങ്ങൾ പറയുന്നത്. ഈ പവർ ഇൻവെർട്ടർ പ്രവർത്തിക്കുന്നത് റിമോട്ടിലാണ്. നേരിട്ട് ആരും വരണം. അത് മെയിന്റനൻസിന് വേണ്ടിയും ക്ലീനിങ്ങിന് വേണ്ടിയും അപ്ഡേഷന് വേണ്ടിയും ഒക്കെ റിമോട്ട് സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എവിടെ ഒരു പവർ ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ആ പവർ ഇൻവെർട്ടർ റിമോട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്ഥലത്തിരുന്നുകൊണ്ട് ശരിയാക്കാം, അല്ലെങ്കിൽ അത് വിതരണക്കാർക്ക് അത് ശരിയാക്കും. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. അതിനോടൊപ്പം ചേർത്തിരിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇത് വലിയ അട്ടിമറിയുടെ ഒരു സൂചനയായി ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഒരു ലോകമഹായുദ്ധം ഉണ്ടായാൽ ഒരുപക്ഷെ ചൈന അതിനുവേണ്ടി ഒരുങ്ങുകയാണ് എന്ന ആരോപണങ്ങളുണ്ട്. ചൈന ഭൂമിയെ മൊത്തത്തിൽ വലം വയ്ക്കുന്ന തരത്തിലുള്ള മിസൈലുകൾ നിർമ്മിച്ചതായി വാർത്തയുണ്ടായിരുന്നു. ചൈന നിശബ്ദമായി ഒരുങ്ങുന്നത് ലോകം കീഴടക്കാനാണെന്നും ചൈനയുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക്, ചൈനയുടെ ഏകാധിപത്യത്തിലേക്ക് ലോകത്തെ മുഴുവൻ കൊണ്ടുവരുന്ന ഒരു കാലം വരുമെന്നും ആ ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ലോകത്തെവിടെയും സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ ചൈനയ്ക്ക് കഴിയുമെന്നുമുള്ള വാർത്തയാണ് ഞാൻ ഇന്ന് വളരെ ആശങ്കയോടെ ഭയത്തോടെ വായിച്ചത്. അതായത് ഈ റിമോട്ട് കൺട്രോളിൽ വെച്ച് നമ്മുടെ വീട്ടുമുറ്റത്തിരിക്കുന്ന ഒരു സോളാർ പാനൽ ചൈനയ്ക്ക് വേണമെങ്കിൽ പൊട്ടിത്തെറിപ്പിക്കാൻ കഴിയും. ലോകത്തെല്ലായിടത്തും ചൈനയ്ക്ക് അതിന് സാധിക്കുകയും ഇത് കുഴപ്പമുണ്ടാക്കുന്നത് വെറും കേവലം നമ്മുടെ സോളാർ പാനൽ പൊട്ടിപ്പോവുകയല്ല, ഈ സോളാർ പാനലും വൈദ്യുതി ലൈനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു ആസൂത്രിത സ്ഫോടനം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആയിരക്കണക്കിന് സോളാർ പാനലുകൾ ഒരുമിച്ച് പൊട്ടിയാൽ അത് പവർ ഗ്രിഡിനെ ബാധിക്കും. ബ്ലാക്ക് ഔട്ട് ഉണ്ടാവും. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് പോർച്ചുഗലും സ്പെയിനിലും വലിയ ബ്ലാക്ക് ഔട്ട് ഉണ്ടായി. പവർ ഗ്രിഡുകൾ പൊടുന്നനെ നിന്നുപോയി. തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ പവർ ഗ്രിഡുകൾ മുഴുവൻ നിശ്ചലമാക്കാനും ലോകത്ത് സ്ഫോടനം ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ ചൈന സാങ്കേതിക വിദ്യ വളർത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ ഞാൻ ഞെട്ടലോടെ വായിച്ചത്.